ഗുട്ടൻ ടാഗ്. നമ്മൾ ഇന്ന് എൻഡിക്കൽ ആക്സിയോണിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, എൻഡിക്കൽ ആക്സിയോണിന്റെ തന്നെ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എന്താ നോക്കുന്നത്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഓക്കെ, നമുക്കറിയാം നോമിനാറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ എന്താ വന്നത്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഐൻ വന്നു. അപ്പൊ നമ്മുടെ അഡ്ജക്റ്റീവിന്റെ എൻഡിലായിട്ട് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യണം? ER പ്ലേസ് ചെയ്യണം. ഓക്കെ, അതേസമയം നോമിനാറ്റീവില് ഫെമിനിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താ വരാ? ഐനെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അഡ്ജക്റ്റീവിന്റെ എൻഡിലായിട്ട് എന്ത് യൂസ് ചെയ്യും? യൂസ് ചെയ്യും. ഓക്കെ, ഇതുപോലെ നോമിനാറ്റീവില് നോയിട്രത്തിന്റെ കേസ് ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണ്? ഐനാണ്. അതിന്റെ കൂടെ നമ്മുടെ അഡ്ജക്റ്റീവിന്റെ കൂടെ എന്ത് വരും? ES വരും. ഓക്കെ, പിന്നെ നമ്മുടെ നോമിനാറ്റീവ് കേസിൽ പ്ലൂറാലിന്റെ കേസാണ്. ഇവിടെ മാത്രമാണ് എന്തുള്ളൂ? ഒരു ചേഞ്ച് ഉള്ളൂ. എങ്ങനത്തെ ചേഞ്ചാ? കൈനെ നമുക്കറിയാം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അങ്ങനെയാണ്. അപ്പോൾ കൈനെ പ്ലസ് എന്താ? അഡ്ജക്റ്റീവിന്റെ എൻഡിൽ എന്ത് യൂസ് ചെയ്യും? EN യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അക്വസാറ്റീവ് ആണ് നോക്കുന്നത്. അക്വസാറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ എങ്ങനെയാ? ഐനൻ പ്ലസ് EN. എന്താ? ഐനൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും EN എവിടെ പ്ലേസ് ചെയ്യും? അഡ്ജക്റ്റീവിന്റെ എൻഡില്. ഓക്കെ, പിന്നെ അക്വസാറ്റീവില് ഫെമിനിൻ വരുമ്പോൾ എന്താണ്? ഐനെ പ്ലസ് ആർക്കാ? അഡ്ജക്റ്റീവിന്റെ എൻഡില്. പിന്നെ അക്വസാറ്റീവ് പ്ലസ് നോയിട്രം. അക്വസാറ്റീവ് നോയിട്രത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐൻ പ്ലസ് ES. എങ്ങനെയാ? അഡ്ജക്റ്റീവിന്റെ അവസാനം ES. പിന്നെ അക്വസാറ്റീവില് പ്ലൂറാൽ ആണെങ്കിൽ കൈനെ പ്ലസ് EN. അഡ്ജക്റ്റീവിൽ എന്ത് വരും? എൻഡിൽ EN വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റീവിന്റെ കേസാണ്. ഡാറ്റീവ് കേസിൽ മസ്കുലിൻ ആണെങ്കിൽ എങ്ങനെയാണ്? ഐനം പ്ലസ് EN. എങ്ങനെ? അഡ്ജക്റ്റീവിന്റെ എൻഡിൽ EN വരും. ഓക്കെ, പിന്നെ ഡാറ്റീവില് ഫെമിനിൻ ആണെങ്കിൽ എന്താ? ഐനർ പ്ലസ് EN. ഓക്കെ, EN എവിടെയാ? അഡ്ജക്റ്റീവിന്റെ എൻഡില്. പിന്നെ ഡാറ്റീവിൽ തന്നെ നോയിട്രം വരുമ്പോൾ ഐനം പ്ലസ് EN. പിന്നെ ഡാറ്റീവില് പ്ലൂറാൽ വരുമ്പോൾ കൈനൻ പ്ലസ് EN. ഓക്കെ, പിന്നെ ഗനറ്റീവില് മസ്കുലിൻ കേസ് വരുമ്പോൾ എങ്ങനെയാ? ഐനസ് പ്ലസ് EN. അഡ്ജക്റ്റീവിന്റെ എൻഡിൽ എന്ത് ഇട്ട് കൊടുത്തു? EN ഇട്ട് കൊടുത്തു. പിന്നെ ഗനറ്റീവില് ഫെമിനിൻ വരുമ്പോൾ എങ്ങനെയാ? ഐനർ പ്ലസ് EN. ഓക്കെ, പിന്നെ ഗനറ്റീവില് നോയിട്രം വരുമ്പോൾ ഐനസ് പ്ലസ് EN. പിന്നെ ഗനറ്റീവില് പ്ലൂറാൽ വരുമ്പോൾ കൈനർ പ്ലസ് EN. ഓക്കെ, മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മുടെ അഡ്ജക്റ്റീവ്സിന് ഉണ്ടാവുന്ന ചേഞ്ചസും കാര്യങ്ങളും? ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ്? ഹാസ് ദു മൈനൻ ഗ്രോസ് ഹുണ്ട് ഗെസെഹൻ. നീ എന്റെ വലിയ പട്ടീനെ കണ്ടോ? ഇതിൽ എന്താ വന്നിരിക്കണേ? മൈനൻ. മൈനൻ എവിടെയായിരിക്കും? അക്വസാറ്റീവിലാണല്ലേ ഐനൻ മൈനൻ ഒക്കെ കിടക്കണത്. ഇനി ഹുണ്ടാണ്. ഹുണ്ടാവുമ്പോ എന്താ? മസ്കുലിൻ ആണ്. മസ്കുലിനില് അക്വസാറ്റീവ് എന്ത് വന്നു? ഐനം വന്നു. അപ്പോ നമ്മുടെ അഡ്ജക്റ്റീവ് ആരാ? ഗ്രോസാ. ഈ ഗ്രോസിന് എന്ത് പ്ലേസ് ചെയ്യണം? ഗ്രോസിന്റെ ആമെന്റേല് EN കൊടുക്കണം. എങ്ങനെ വരും? ഹാസ് ടു മൈനൻ ഗ്രോസൻ. മൈനൻ ഗ്രോസൻ ഹുണ്ട് ഗെസേഹൻ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. മരിയ ഇസ്റ്റ് ഐനെ ഷോൺ ഫ്രൗ. ഇവിടെ ഇത് എന്ത് കേസാ? ഇസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അറിയാം നോമിനാറ്റീവ് കേസ് ആയിരിക്കും. ഇവിടെ ഐനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നോമിനാറ്റീവ് കേസിൽ ഫെമിനിൻ ഐനെ വന്നു. ഐനെ വരുമ്പോ എങ്ങനെയാ? അഡ്ജക്റ്റീവിന്റെ എൻഡിൽ നമ്മൾ എന്ത് കൊടുക്കണം? കൊടുക്കണം. അപ്പോ മരിയ ഇസ്റ്റ് ഐനെ ഷോൺ എന്നുള്ളത് എന്താവും? ഷോണെ ഫ്രൗ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലായില്ലേ? നമുക്ക് ഇതില് നമ്മുടെ എൻഡിക്കൽ ആക്സിയോണിന്റെ തന്നെ നുള്ള ആർട്ടിക്കിൾസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെയ്ക്കും ചൂസ്. ജിനൂസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.